ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാവർക്കർമാരുടെ സമരം നിയമസഭയിൽ. മുഖ്യമന്ത്രിക്ക് ഫോൾസ് ഈഗോ എന്ന് പ്രതിപക്ഷം. സമരക്കാരെ ബക്കറ്റ് പിരിവുകാരെന്ന് വിളിച്ചു സർക്കാർ അധിക്ഷേപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങളവരെ ക്രിമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവർ ഈർക്കിൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കെട്ടിയ ടാർപോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പോലീസ് വലിച്ചു കളഞ്ഞില്ലേ സാർ? ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും ആരോഗ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. അല്ല, സമയമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ CPIM. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ തുടരും. MV ജയരാജനെയും P ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. CPIM സംസ്ഥാന സമ്മേളനത്തിന് മറ്റന്നാൾ കൊല്ലത്ത് തുടക്കം. താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ. പിടിയിലായ ഷഹബാസിനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന 10ാം ക്ലാസ്സുകാരൻ. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. പ്രധാന പ്രതി ഷഹബാസിനൊപ്പം ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചയാളെന്ന് പിതാവ്. ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും ഇക്ബാൽ. മലപ്പുറത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ. സംഘർഷം ട്യൂഷൻ ക്ലാസ്സിലെ തർക്കത്തെ തുടർന്ന്. കാസർഗോഡ് ഫുട്ബോൾ കളി കാണാനെത്തിയ വിദ്യാർത്ഥിക്ക് മർദ്ദനം. കുഴിയിലേക്ക് തള്ളിയിട്ട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാലൊടിഞ്ഞു. കൊച്ചി പാലാരിവട്ടത്ത് ലഹരിക്കടിമയായ 9ാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചു. പീഡനം നടന്നത് 2024. സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. നടപടി കെൽസയുടെ ഹർജിയിൽ. കേസുകൾ പുതിയ ബെഞ്ചുകൾ നാളെ പരിഗണിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ ജയിലിലേക്ക് മാറ്റും. നടപടി ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത. അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് 2 കേസുകളിൽ. ജയിലിലേക്ക് മാറ്റിയ ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ലഹരിക്കെതിരെ നടപടി ശക്തമാക്കാൻ പോലീസ്. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകളിൽ പരിശോധന. പെരുമാത്തുറ സ്വദേശി അസറുദ്ദീൻ പോലീസ് പിടിയിൽ. തെരച്ചിൽ റൂറൽ നാർക്കോട്ടിക് സെല്ലും പോലീസും ഡോഗ് സ്ക്വാഡും ചേർന്ന്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വാഹന അപകടത്തിൽ 3 മരണം, ഒരാളുടെ നില ഗുരുതരം. അപകടം കാർ ഡിവൈഡറിലിടിച്ച്. മരിച്ചത് ബായ്ക്കട്ട സ്വദേശികളായ ജനാർദ്ദന, വരുൺ, കൃഷ്ണ എന്നിവർ. തിരുവനന്തപുരം വർക്കലയിൽ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. 2 തവണ ശ്വാസതടസ്സമുണ്ടായെന്ന് വത്തിക്കാൻ. ശ്വാസകോശത്തിൽ കടുത്ത അണുബാധ. കൃത്രിമ ശ്വാസം നൽകുന്നുവെന്നും വത്തിക്കാൻ. യുക്രൈനുള്ള സൈനിക സഹായം മരവിപ്പിച്ച അമേരിക്ക. തീരുമാനം ട്രംപ് സെലൻസ്കി തർക്കത്തിന് പിന്നാലെ. ഇനി ഒരു ഉത്തരവുണ്ടാകും വരെ സാമ്പത്തിക ആയുധ സഹായമില്ലെന്ന് ട്രംപ്. പ്രശ്നപരിഹാരത്തിന് യുക്രൈൻ തയ്യാറായാൽ മാത്രമേ സഹായിക്കൂ എന്ന് ട്രംപ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരായി ഇറക്കുമതി തീരുവ ഇന്ന് നിലവിൽ വരും.